കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നാം ചിന്തിക്കുന്നത് അക്ഷരീയമായും ആത്മീയമായും സാത്താൻ്റെ അന്ത്യം എന്താകും എന്ന് തിരുവെഴുത്ത് പറയുന്നു എന്ന് നോക്കാം. ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും യേശുക്രിസ്തു മുഖാന്തരവും യേശുക്രിസ്തുവിനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം മനുഷ്യനെ തൻ്റെ ആത്മാവിൻ്റെ സാദൃശ്യത്തിലും രൂപത്തിലും സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി. അവിടെ വേല ചെയ്യുവാനും തോട്ടം സൂക്ഷിപ്പാനും ആക്കിയപ്പോൾ ഉപായത്താൽ മനുഷ്യനെ പാപത്തിനും ശാപത്തിനും ഒക്കെ അടിമയാക്കി മനുഷ്യൻ്റെ മേലും മനുഷ്യന് പാർക്കാൻ ദൈവം അനുവദിച്ചിരിക്കുന്ന ഭൂമിയുടെ മേലും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പ്രതിയോഗിയായ സാത്താൻ അധികാരം സ്ഥാപിച്ചു. മനുഷ്യന് കൊടുത്ത കൽപ്പനയെ മനുഷ്യനെ കൊണ്ട് ലംഘിപ്പിച്ചു. അവനെ പാപത്തിനും സാത്താനും പാതാളത്തിനും അടിമയാക്കി തീർത്ത ശത്രുവിൻ്റെ തന്ത്രത്തെ ആദാമ്യ ദമ്പതികൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ പാപം ചെയ്ത മനുഷ്യനെ ഉപേക്ഷിക്കാൻ ദൈവത്തിന് മനസ്സായില്ല. അതുകൊണ്ടാണ് യഹോവയായ ദൈവം പാപം ചെയ്യിപ്പിച്ച സാത്താനോട് പറഞ്ഞു, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ഇത് കാൽവരി ക്രൂശിൽ യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ യാഥാർത്ഥ്യമായി. യേശു കർത്താവിൻ്റെ ക്രൂശീകരണം നടക്കുമ്പോൾ സാത്താൻ്റെ തല തകർന്നു എന്ന് വച്ചാൽ ആത്മമണ്ഡലത്തിൽ സാത്താൻ ആത്മാവാകുന്ന സാത്താൻ്റെ തല തകർന്നു. ജ്ഞാനസമ്പൂർണനായിരുന്നു അവന് നല്ല അറിവുണ്ടായിരുന്നു, അവൻ നല്ല ബുദ്ധിയുണ്ടായിരുന്നു. എന്നാൽ അതാണ് അവിടെ ക്രൂശിൽ തകരപ്പെട്ടത്. അപ്പോൾ തന്നെ പാപം ചെയ്യിപ്പിച്ച് മരണത്തെ ഭൂമിയിൽ മനുഷ്യൻ്റെ മേൽ കൊണ്ടുവന്ന മരണത്തിൻ്റെ മേലുള്ള അവൻ്റെ അധികാരത്തെയും വാഴ്ചകളെയും കാൽവരി ക്രൂശിൽ അടിയറവെപ്പിച്ചു. ആത്മമണ്ഡലത്തിൽ ദൈവീയമായ വിഷയത്തിലുള്ള അവൻ്റെ ജ്ഞാനത്തിനും ബുദ്ധിക്കും അറിവിനുമൊക്കെ അവിടെ മങ്ങലേറ്റു. എന്നാൽ അവൻ്റെ ശക്തി അവനിൽ തന്നെയുണ്ട്. അവൻ്റെ അധികാരം, മരണത്തിൻ്റെ മേലുള്ള അധികാരം, മനുഷ്യൻ്റെ പാപം ചെയ്ത് ദേഹി മരിക്കുമെന്ന് ദൈവത്തിൻ്റെ കൽപ്പന. ആദാമ്യ ദമ്പതികൾ പഴയ പാമ്പും സാത്താനുമായ പിശാചിൻ്റെ വാക്കനുസരിച്ച് ദൈവകൽപ്പന ലംഘിച്ചതുകൊണ്ടാണ് മരണത്തിൻ്റെ മേൽ ശത്രുവായ സാത്താൻ അധികാരം ലഭിച്ചത്. ഇല്ലാന്ന് വരികിൽ ഒരിക്കലും അവന് അധികാരം ലഭിക്കുകയില്ല. ആ അധികാരമാണ് കാൽവരി ക്രൂശിൽ കർത്താവ് അടിയറവെപ്പിച്ചത്. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ, യേശുക്രിസ്തുവിൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ഈ പിശാചിൻ്റെ പ്രവൃത്തികൾക്ക് നിശ്ചയമായിട്ടും ഒരു അറുതി ഉണ്ടാകും. അത് യേശുക്രിസ്തുവിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ. ഇന്ന് കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനം കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു, കർത്താവും ദൈവമായി അംഗീകരിച്ച് ക്രിസ്തുവിൽ ജീവിക്കുന്ന ഭക്തന്മാരെ ചേർക്കുവാൻ യേശുക്രിസ്തു വരും. അതിന് തൊട്ടു മുമ്പായി ഇപ്പോൾ തന്നെ ഭരണകൂടങ്ങൾ ലോകം മുഴുവനും ഭരിക്കുവാൻ, സമാധാനം കൊണ്ടുവരുവാൻ, യുദ്ധമില്ലാതെ സമാധാനത്തിലും സമൃദ്ധിയിലും മനുഷ്യനെ നയിക്കുവാൻ ഒരു ഏക നേതാവിനെ ആഗ്രഹിക്കുന്നുണ്ട്. അതിനായി ഭരണകൂടങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സഭ ഇവിടെ നിന്ന് എടുക്കപ്പെട്ടതിന് ശേഷം, കർത്താവിൻ്റെ സഭ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടതിന് ശേഷം ഏക ഭരണകൂടം നിലവിൽ വരും. ആ ഭരണാധികാരിയെ എതിർ ക്രിസ്തു എന്ന് വേദപുസ്തകം പറയുന്നു. ഈ എതിർ ക്രിസ്തുവിന് ആലോചന പറഞ്ഞു കൊടുക്കുവാൻ ഒരു കള്ളപ്രവാചകനും എഴുന്നേൽക്കും. മൃഗത്തെ അതിൻ്റെ മുമ്പാകെ താൻ ചെയ്ത
അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ചു മൃഗത്തിൻ്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിൻ്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധം കത്തുന്ന തീപ്പൊകയിൽ ജീവനോടെ തള്ളിക്കളയും. മൃഗത്തെയും അതിൻ്റെ മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ചു മൃഗത്തിൻ്റെ മുദ്ര ഏൽപ്പിക്കുകയും അതിൻ്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെ, അതായത് എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധവും കത്തുന്ന തീപ്പൊയിൽ ജീവനോടെ തള്ളിക്കളയും. ഇത് നടക്കാൻ പോകുന്ന സംഭവമാണ്. ആദ്യമായിട്ടാണ് ജീവനോടെ മനുഷ്യരിൽ 2 പേർ ഗന്ധവും കത്തുന്ന തീപ്പൊയ്കയിൽ വീഴുന്നത്. അതിനുശേഷമാണ് കർത്താവ് ഭൂമിയിൽ 1000 ആണ്ട് വാഴ്ച നടത്തുന്നത്. ശേഷം സാത്താനെ ബന്ധിക്കുന്നു. സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ അഗാധത്തിൻ്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഇറങ്ങി ഈ പഴയ പാമ്പും പിശാചും സാത്താനുമായ സർപ്പത്തെ പിടിച്ചു 1000 ആണ്ടേക്ക് ഇവനെ ബന്ധിച്ചു അഗാധഗർത്തത്തിൽ അടച്ചു, മുദ്ര വെച്ചു. തീപ്പൊയ്യല്ല, ഇതൊരു അഗാധഗർത്തം. അതിനുശേഷമാണ് 1000 ആണ്ട് രാജാതിരാജാവായി കർത്താവായി യേശുക്രിസ്തു ഭൂമിയിൽ അക്ഷരീയമായി യെരുശലേം കേന്ദ്രമാക്കി ഭരണം നടത്തുന്നത്. 1000 വർഷത്തിന് ശേഷം ഇവനെ അഴിച്ചുവിടുന്നു, സാത്താനെ അഴിച്ചുവിടുന്നു. ഈ 1000 വർഷം കഴിഞ്ഞിട്ടും ഇവൻ്റെ സ്വഭാവത്തിൽ ഒരു വ്യത്യാസം വന്നിട്ടില്ല, മാനസാന്തരപ്പെട്ടിട്ടില്ല. 1000 വർഷം അഗാധഗർത്തത്തിൽ ബന്ധിക്കപ്പെട്ട് കിടന്നിട്ടും ഇവൻ്റെ സ്വഭാവത്തിനൊരു വ്യത്യാസം വരികയോ അതുപോലെ ദൈവത്തിന് അനുകൂലമായി തീരുകയോ ചെയ്തിട്ടില്ല. അവനെ അഴിച്ചു വിട്ടപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ചെന്ന് ക്രിസ്തുവിൻ്റെ ഭരണത്തിനെതിരെ ജനസമൂഹത്തെ വശീകരിച്ച് ക്രിസ്തുവിന് നേരെ യുദ്ധം ചെയ്യുവാൻ അവൻ ജനത്തെ കൂട്ടിക്കൊണ്ട് യെരുശലേം കേന്ദ്രമാക്കി കടന്നു ചെല്ലുകയാണ് ചെയ്തത്. സമാധാനത്തിൻ്റെ പ്രഭു ഈ 1000 ആണ്ട് നല്ല ഭരണം കാഴ്ചവെച്ചിട്ടും ആ ഭരണത്തിൽ തൃപ്തിയില്ലാതിരുന്ന, ഹൃദയം കഠിനപ്പെട്ടിരുന്ന ജനവും അതുപോലെ തന്നെ ഹൃദയത്തിൽ സന്തോഷമില്ലാതിരുന്നവരും പുനരുദ്ധാന ശരീരം പ്രാപിക്കാത്ത ജനത്തിൽ കുറേ പേരും ആ കാലഘട്ടത്തിൽ ജനിച്ച കുറേ ആൾക്കാരും പിശാചിനാൽ വശീകരിക്കപ്പെട്ട് ക്രിസ്തുവിനും ക്രിസ്തുവിൻ്റെ ഭരണത്തിനും എതിരെ യെരുശലേം കേന്ദ്രമാക്കി യുദ്ധത്തിന് കടന്നു ചെല്ലുകയാണ് ഉണ്ടായത്. എന്നാൽ ആകാശത്തുനിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളയുന്നു. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധത്തീപ്പൊയ്യിലേക്ക് തള്ളിയിടുന്നു. അവർ എന്നേക്കും രാപ്പകൽ ദണ്ഡനം സഹിക്കേണ്ടി വരും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. അതായത് ഈ ജനത്തെ സ്വാധീനിച്ച് വശീകരിച്ച് ക്രിസ്തുവിനും ക്രിസ്തുവിൻ്റെ ഭരണത്തിനെതിരെ കൊണ്ടുവന്ന ആ ജനത്തിൻ്റെ മേൽ ആകാശത്തുനിന്ന് തീ ഇറങ്ങി അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. ഈ എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും ഉപയോഗിച്ചുകൊണ്ട് മഹാപീഡനം അഴിച്ചുവിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സാത്താനെ എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും കിടക്കുന്ന അതേ ഗന്ധകത്തീപ്പൊയ്യിൽ തള്ളിയിടുന്നു. അങ്ങനെ ആത്മീയമായും അക്ഷരീയമായും
അവൻ്റെ ചരിത്രം അവസാനിക്കുന്നു. പിന്നെ സാത്താനുമില്ല, അവൻ്റെ പ്രവൃത്തിയുമില്ല.